ആരാധകരെ ശാന്തരാഘവൻ. വാർഡ് മെമ്പർ ആന്നേ. കക്കൂസ് രമണിക്ക് 2, കോഴിക്കോട് സുധയ്ക്ക് 1 തന്നിരിക്കും. യോ വെല്ലുമാല ഇടല്ലേ, കഴുത്തു പോവും. വലിക്കാതെ വലിച്ച് തോറ്റാല് സ്വപ്നം കാണുന്നതിനൊന്നും ഒരു കുറവുമില്ല. അടുത്ത സമ്മേളന സ്ഥലത്തോട്ട് പോവാണ്. ജീപ്പേന്ന് തള്ളി താഴെ ഇടല്ലേ. സ്വപ്നമായിരുന്നോടാ. എന്നാലും സ്വപ്നത്തിലെങ്കിലും ഒരു മെമ്പർ ആയല്ല. തോറ്റമ്മ പെറ്റമ്മ കയറി തോറ്റമ്മന്ന് പറയല്ലേടാ. അങ്ങനെയല്ല, ഇലക്ഷനിൽ നിന്ന് 8 നിലയ്ക്ക് പൊട്ടിയെന്ന്. അതെപ്പോഴും പറയണേ, എനിക്ക് അറിയത്തില്ലയോ. അമ്മയടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു നിക്കല്ലേ എന്ന്. എന്നാ ഇരിക്കാം. ഇവിടെ നിക്കണ കാര്യമല്ല, പിന്നെ ഇലക്ഷനിൽ നിക്കലെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞ. അമ്മ അതിനിപ്പോ എന്താ പറ്റി? അമ്മ കാരണം ഇപ്പൊ എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ കിടന്ന് നടക്കുന്നത്. തോറ്റാലും വാചകടിക്കുന്നു ഒരു കുറവുമില്ല അമ്മയ്ക്ക്. എന്റെ പൊന്നു മോനെ, അമ്മയുടെ അതേ പേരുള്ള ഒരു അപരെ എതിർ സ്ഥാനാർത്ഥിക്കാർ നിർത്തിയതുകൊണ്ടല്ലേടാ അമ്മ തോറ്റത്. തോറ്റതാര്? ഞാന്. അപ്പൊ അമ്മയാണ് അവരാണ് ഒറിജിനൽ. എനിക്ക് അപ്പോഴേ അറിയാം, ആ ചിഹ്നം കിട്ടിയപ്പോഴേ ഞാൻ തോക്കുവന്ന്. ഈ ചിഹ്നത്തിന് എന്തോന്ന് കുഴപ്പം? ഇത് മത്തങ്ങ, അവരുടേത് കുമ്പളങ്ങ. കേട്ടിട്ടില്ലേ, മത്തം കുത്തിയ കുമ്പളം മുളക്കത്തില്ല. ഇവിടെ കുമ്പളമാണ് മുളച്ചത്. അത് കാർഷിക മേഖലയ്ക്ക് നേരിട്ട വിപത്താണെന്നാണ് ഞാൻ പറയുന്നത്. കുമ്പളം മുളക്കണ്ട്. കുമ്പളങ്ങ എന്താ കരയുന്നത്? അല്ല, എന്തിനാടാ കരയുന്നത്? അമ്മയ്ക്കറിയാമോ, അമ്മ ഇലക്ഷന് നിന്നപ്പോ തൊട്ട് അമ്മയുടെ ചെലവിന് കോഴിയും കൂടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ശശിയാമ്മന്റെ കടയിൽ നിന്ന് ഡെയിലി ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കുമായിരുന്നു. സിംഗിള് പോരായിരുന്നോടാ? ആ ചെറുതമ്മ. അതിന് എന്താ വേണം? ഇപ്പൊ അങ്ങേര് വിളിക്കുന്ന ചീത്ത കടയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നിന്നാ പോലും എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. അപ്പൊ നീ 2 കിലോമീറ്റർ മാറി നിക്കണം. അതിന് അവ്യക്തമായിട്ടല്ലേ കേക്കൂ. അമ്മയ്ക്ക് അങ്ങനെ പറയാമ്മ. ഞാൻ ഇപ്പൊ നാട്ടിലിറങ്ങി എന്റെ കാലടിച്ചൊടിക്കുമെന്നാണ് നാട്ടുകാർ പറയണത്. ദൈവം എന്തിനാടാ നിനക്ക് 2 കാല് തന്നിരിക്കുന്നത്? നടക്കാൻ അല്ല, ഓടാൻ. വലിച്ചു മക്കളെ, അമ്മ ആ 21ാം വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, രജനിയോട്, ഒരു കോഴിയും കൂടും അവൾ ഒപ്പിച്ച് തരുവടാ. അമ്മ ഒരു കാര്യം പറയട്ടെ, വാഗ്ദാനം എന്ന് പറയുന്നതേ കൊടുക്കാനുള്ളതാ, പാലിക്കാനുള്ളതല്ല. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം. അമ്മ നോക്കിയാണ് അമ്മേനെ പാലിക്കപ്പെടാത്ത മൂത്ത വാഗ്ദാനം ബാഗും കൊണ്ടുവരുന്നു. എനിക്കിനി വയ്യ. ഇത്രയും ഭാരം ഉള്ളത് കൊണ്ട് വന്നാ പിന്നെ വയ്യാതാവത്തില്ല. ചെറിയ ബാഗൊന്നും ഇല്ലായിരുന്നോ? അതല്ല, പിന്നെ അമ്മ ഒറ്റൊരാള് കാരണം എന്റെ അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെയും മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് മുട്ടുമടക്കി. അപ്പൊ ഇത്രയും നാള് മുട്ടേ കമ്പിയിട്ടേക്ക് വരുന്നു. എന്നെ കളിയാക്കുന്ന രീതി വർത്താനം പറയരുത്. അമ്മ ഒറ്റൊരാള് കാരണം എന്റെ ഭർത്താവിന്റെ മുന്നിൽ ഞാനിപ്പോ തോറ്റ് നിൽക്കുക. ആദ്യമായിട്ടെങ്കിലും അളിയാൻ ജയിച്ചു കണ്ടല്ലേ, അത് ചെറുക്കാൻ ഞാൻ വല്ല പറയും കേട്ടോ. അമ്മ ഇലക്ഷനിൽ നിന്ന് തോറ്റ കാരണമാണ് ഞാൻ എന്റെ വീട്ടുകാരുടെ മുന്നിൽ തോറ്റ് നിൽക്കുന്നത്. നീ നിന്റെ വീട്ടുകാരെ മുമ്പ് മാത്രമല്ലേ തോറ്റുള്ളൂ, ഒരു പഞ്ചായത്തിന്റെ മൊത്തം മുന്നേ തോറ്റ് നാണവും മാനവും ഇല്ലാതെയാണ് എന്റെ അമ്മ നിൽക്കുന്നത്. അല്ലേ അമ്മ? എടാ, ഞാൻ തോറ്റ് അതിനാ നാണുവമ്മാവിനെ എന്തിനാ ഇതിനകത്ത് വലിച്ചാക്കുന്നത്? നാണവും മാനവും ഇതൊന്നും അല്ല കാര്യം. അമ്മ തോറ്റതിന് കാരണം അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. അയ്യോ, അവിടെ കയ്യിലെന്തോ ഇരിക്കുന്നേ. അമ്മ അല്ല ചേച്ചി, ഈ ലഡു ഇത് അമ്മ തന്നെ തിന്നണം, ആര് തിന്നില്ലേ? കാരണമുണ്ടല്ലോ, ഇവിടുന്ന് ജയിച്ച സ്ഥാനാർത്ഥിയില്ലേ, അവിടെ ജംഗ്ഷനിൽ നിന്ന് ലഡു വിതരണം ചെയ്തപ്പോ അവിടുന്ന് തന്നതാ. എന്നാ പുളിയാണോ ഇതിന്? എന്താ പുളിയാ? മുന്തിരി പൊളിക്കോ അമ്മ? അമ്മ എട് തിന്നത് എങ്ങനെ എടുക്കും? ലഡു എടുക്കുന്ന കാര്യമല്ല, 25,000 രൂപ ഇങ്ങി എടുക്ക്. ഒരു ലഡുവിന് 25,000 രൂപ വിലയിട്ട നീ എന്റെ വയറ്റിൽ പറഞ്ഞോടി. അമ്മ എന്റെ മുന്നിൽ ഇരുന്ന് വെറുതെ നാടകം കളിക്കരുത്. ലഡുവിന്റെ 25,000 രൂപയല്ല, പിന്നെ അമ്മയുടെ ഇലക്ഷന്റെ ചെലവിന് വേണ്ടിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അമ്മ കടം മേടിച്ച 25,000 രൂപ കൊണ്ടല്ലാതെ ആ വീട്ടിൽ കേറരുതെന്നാ ചേട്ടൻ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ആ പൈസ എണ്ണി എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. ഒരു കാര്യം പറയട്ടാ, എനിക്ക് 25,000 രൂപ വരെ എണ്ണ അറിയത്തില്ല. ഓക്കെ, അമ്മ എണ്ണി തരണ്ട. അമ്മ അതെനിക്ക് ജിപേയിൽ ഇട്ടാ മതി. സമ്മേളനത്തിന് പോയ ജീപ്പിന്റെ കാശ് പോലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ ജീപ്പയിലോട്ട് ഇടാൻ
ജീപ്പ് വണ്ടിയിൽ ഇടുന്ന കാര്യമല്ല, ഗൂഗിൾ പേയിലോട്ട് ഇട്ടാ മതി എന്നാ പറഞ്ഞത്. അത് ജീപ്പയിലിടണോ ലോറി ഇടണോ ഞാൻ തീരുമാനിച്ചോളാം. അല്ലേ അമ്മ? എടാ നീ ഒറ്റ ഒരുത്തനാടാ ഈ അമ്മ ഇവിടെ തോറ്റു നിൽക്കാൻ കാരണം. ഞാൻ കാരണം എങ്ങനെയാ അമ്മ നോക്കണ? നീ അമ്മ പറയുന്നതിനല്ല യെസ് മൂളിയിട്ട്. പിന്നെ ഞാൻ നോ മുള്ളായിരുന്നാ? നീ മുള്ളു എന്നാന്ന് വെച്ചാ എടാ ഞാൻ തോറ്റതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? എന്താ? അതാ എനിക്കും അറിയാം. അമ്മയ്ക്ക് അറിയത്തില്ലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വട്ടം അമ്മയ്ക്ക് കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് അമ്മ എന്ത് ചെയ്തു? ചെലവാക്കിയോ? ആ, എനിക്കൊരു ദുരിതം വന്നപ്പോ ആശ്വാസം ഓട്ടെന്ന് വെച്ച് ഞാനും ചെലവാക്കി. അമ്മയ്ക്ക് ഇതിന് മാത്രം എന്ത് ദുരിതോ വന്നത്? നിന്റെ കല്യാണം. അങ്ങനെയാണെങ്കിൽ പകുതി ഫണ്ട് അളിയന് കൊടുക്കായിരുന്നു. അതെന്ത്? അളിയന്റെ മെയിൻ ദുരിതമാണല്ലേ ഈ നിക്കണം. വല്ല പറഞ്ഞോണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അല്ല, അമ്മേന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വാർഡിൽ ഒന്നും വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ അമ്മയെ പിടിച്ച് ആര് ഇലക്ഷന് നിർത്തിയത്? എടി, ഇത്ര വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യം ഉള്ള എന്നെ അല്ലാതെ പിന്നെ ആരെ അടി നിർത്തുന്നത്? ഇതുണ്ടല്ലോ, ആ 13-ാം വാർഡിലെ ബുഹാരി അണ്ണനും നിങ്ങളുടെ മണുക്ക് മോനും മാത്രമേ പറയത്തുള്ളൂ. ഇങ്ങോട്ട് ബാക്കി ഇവിടെ ഉള്ള ഈ മെമ്പർമാരൊക്കെ അമ്മ തോറ്റന്റെ കാര്യം എന്തുവാ പറയുന്നതെന്ന് അറിയാവോ? എന്തുവാ? ഇൻഎബിലിറ്റി ടു ഫുൾഫിൽ ദ പ്രോമിസ് യു ഹാവ് ഗിവൻ. ഇൻഎബിലിറ്റി ടു ഫുൾഫിൽ ദ പ്രോമിസ് യു ഹാവ് ഗിവൻ. ഇവൻ ഇവൻ എനിക്ക് വോട്ട് പോലുമില്ല, പിന്നെ ഞാൻ അമ്മയെ തോപ്പിക്കണ? നീ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ ഞാൻ പൊട്ടനാരി. എടാ, ഞാൻ തോറ്റത് മനഃപൂർവ്വം അല്ലടാ. അയ്യോ, പിന്നെ അവരെല്ലാരും കൂടെ എന്നെ തോപ്പിച്ചതാ. 15, 16, 17 മാർക്കാ എന്നെ തോപ്പിച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണം. സമ്മതിച്ചു. അയ്യോ, അങ്ങനെ സമ്മതിക്കരുത്. കിറ്റു മുന്നോട്ട് കൊണ്ടേ. എന്നാ സമ്മതിച്ചില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. പിന്നെ തോറ്റിട്ടില്ലെന്ന്. എന്റെ പൊന്നമ്മ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വോട്ട് പോലും കിട്ടാത്ത ഇമാതിരി നാണം കെട്ട തോൽവി ഞാൻ കണ്ടിട്ടില്ല. നിനക്കൊന്നും പറയാനില്ലടേ? ഞാനും കണ്ടിട്ടില്ല അമ്മ. അമ്മയാണ് സത്യം, ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മയുടെ ഒരു വോട്ട് എവിടെ പോയി? അതിപ്പോ ഇവിടെ പറഞ്ഞ ക്ലൈമാക്സ് ഞാൻ എന്തോ എടുത്ത് പറയും. അതുകൊണ്ട് ആ ചോദ്യം സ്കിപ്പ് എടുത്തു കളഞ്ഞേരും. ഓക്കെ. എന്നാ പോസ്റ്റൽ വോട്ട് എന്തിയേ? പോസ്റ്റ്മാന്റെ വോട്ട് 3-ാം വാർഡിലല്ലേ അമ്മ? അതിവിടെ അല്ലേ പാടി കഴിച്ചു? അതോടെ പോയമ്മ. അയ്യോ, എനിക്ക് നേരെയാ ക്വസ്റ്റ്യൻ. പോസ്റ്റൽ വോട്ടൊക്കെ വരാൻ താമസിക്കുമെന്നും പറഞ്ഞേ ഞാൻ അവരോട് പറഞ്ഞാലും തലേന്ന് അതെടുത്തൊന്ന് വാട്സപ്പിൽ ഇട്ടേക്കണെന്ന്. അവരെണ്ണിയില്ലടാ. അത് ഇനി ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ സെലക്ട് ചെയ്യുമല്ലേ എന്റെ പൊന്നമ്മ. ഇത് ഇലക്ഷന് നിന്ന് തോറ്റിട്ട് ഇപ്പൊ തലേ മുണ്ടിട്ടല്ലാതെ ബാക്കിയുള്ളവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ മുണ്ടോലും ഇല്ലാതെ തന്നെ ഇറങ്ങണ തലയില്. അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇനി 1 മാസത്തേക്ക് അമ്മ ഈ വീടിന് പുറത്തിറങ്ങണ്ട. അയ്യോ, അത് പറ്റത്തില്ല. മറ്റേനാള് സത്യപ്രതിജ്ഞ എനിക്ക് പോണം. അതിന് അമ്മ തോറ്റതല്ലേ? തോറ്റാലെന്തുവാ? ജയിച്ചാൽ ഉടുക്കാൻ വെച്ചിരുന്ന പട്ടുസാരി പിന്നെ ഞാൻ ആരെ കൊണ്ട് കാണിക്കും? നമുക്ക് പോവാം. മേടിച്ചാലാണോ? നീ ഒറ്റൊരുത്തനാടാ ഈ അമ്മയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്. വീട്ടിൽ 4 വാഴയുണ്ട്. അതിന് വളവിടാൻ പറഞ്ഞാൽ കേൾക്കാത്ത വാഴ 3 ആണ് എനിക്ക് വളവിടാൻ നടത്തുന്നത്. എന്തു ചെയ്യാനാണ്? നിങ്ങൾ 2 പേരും വിഷമിക്കണ്ട. ഞാൻ വേറൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെന്നാ? ഞാൻ ഇനി MP സ്ഥാനത്ത് മത്സരിക്കാൻ പോവാ. കേട്ടിട്ടില്ലേ? ഇങ്ങ് വരൂ. തീയിൽ കുരുത്താ വെയിലത്ത് വാടില്ല. അമ്മ, MP സ്ഥാനത്തോട്ട് മത്സരിക്കാൻ കുറഞ്ഞത് 10-ാം ക്ലാസ് എങ്കിലും പാസ്സാവണം. ഓഹോ, എന്നാ ചരിത്രം മാറാൻ പോകുന്നു. എന്താ നോക്കി നിൽക്കുന്നത്? ഒരു മ്യൂസിക് വരേണ്ട സമയല്ലേ ഇപ്പൊ? മ്യൂസിക്കാര് അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നണേട്ടാ. അമ്മ എന്തായാലും കാര്യം പറയാമാ. ചരിത്രം വഴി മാറാൻ പോകുന്നു. തീയിൽ കുരുത്തത് ചെലപ്പം വെയിലത്തൊന്ന് വാടും. മ്യൂസിക് ഇടാത്തതില് എന്റെ ആയിരിക്കും. അമ്മയ്ക്ക്. ഹലോ. ഓഹോ, എടാ, നീ ആ വോട്ടിന് കൊണ്ടുപോയ തുണ്ടിലെ രാധാമണിയമ്മ എന്തിയാടാ?
അയ്യോ അമ്മ വോട്ടിടെ എടുത്തോണ്ട് വരാല്ലേ പറഞ്ഞോളൂ, തിരിച്ചു കൊണ്ട് വിടാൻ പറഞ്ഞില്ലല്ലോ. എവിടെ കൊണ്ട് വെച്ചടാ? ഞാൻ UP സ്കൂളിന്റെ മതിലിൽ ചാരി വെച്ചിട്ടുണ്ടമ്മ. അമ്മ പേടിക്കണ്ട, തൂത്തുവാരി കളഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. വാ, നമുക്ക് പോവാം. പോകാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താന്ന്? അമ്മയുടെ ആ ഒരു വോട്ട് എവിടെ പോയി? ഇപ്പൊ സമയം എന്തായി? 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, പറയാം. സമയായില്ലേ? ഞാൻ എന്നാ പറയാം. ഞാൻ എല്ലാരോടും വോട്ട് ചോദിച്ചു, എല്ലാരും പറഞ്ഞു എന്തുവായിരുന്നു എന്റെ പേര്? ഗിരിജാവോ. ഗിരിജാവോസിക്കാണോട്ട്, ഗിരിജാവോസിക്കാണോട്ട്. നീയും പറഞ്ഞില്ലേടാ? പറഞ്ഞായിരുന്നു. നിനക്ക് എവിടുന്നാടാ വോട്ട്? കള്ളം പറഞ്ഞോടാ. അങ്ങനെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും ഇല്ലല്ലോ, എന്റെ ഒരു വോട്ട് ഞാൻ അങ്ങ് കൊടുത്തടാ. ആകെ ഉള്ള ഒരേ ഒരു വോട്ട് അതും കൊണ്ട് കളഞ്ഞിട്ട് നിക്കുവാ. പാട്ടൊന്ന് നിർത്തിക്കേ. അതെന്താ ഇപ്പൊ ഒരു മ്യൂസിക്? ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം എവിടാണ് ക്ലൈമാക്സ് എന്ന് തോന്നുന്നെന്ന് വെച്ചാ അവിടെ ഒരു പാട്ടങ്ങിട്ടേക്കാൻ. ഇനിയിപ്പോ എന്തായാലും പുള്ളിയെ പിണക്കണ്ട. അല്ല, അവനത് തോന്നി, അവനത് ഇട്ട്. ഇനിയിപ്പോ എന്തായാലും ഒന്നും കൂടെ പുള്ളിയെ പിണക്കണ്ട. തലയെ കൈ വെച്ചു. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു മനുഷ്യനാട്ടോ പയ്യൻ. ആദ്യമായിട്ടാണ് പ്രണവിനെ ഒരാള് മനുഷ്യൻ സോറി മുത്തേ, സോറിടാ. അവനെ ചെക്കൻ വിളിക്കേട്ടാ, അത് അവന് അതെ, എടാ മുത്ത് മതി. പക്ഷെ എന്താന്നറിയോ, എനിക്ക് മറ്റേ അടിച്ചൂക്കെ എടുക്കട്ടാണ് അവനെ. അവസാനം അടിപൊളിയായിരുന്നു മുത്തേ. താങ്ക് യു. ഈ ഫാമിലി ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ ചേച്ചി? ഭയങ്കര കറക്റ്റ്. നല്ല അമ്മ, നല്ല പ്രണവിന്റെ ഐഡന്റിറ്റി അവന്റെ മുടിയായിരുന്നു. അയ്യോ അത് പോയി. അതായത് നമ്മള് മീഷോ ഒന്ന് ഓർഡർ ചെയ്ത് അഖിൽ കവലൂർ എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഫിഗർ. അപ്പൊ പക്ഷെ എന്തിനാ മുടി വെട്ടിയത്? അത് ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി മുടി വെട്ടിയത്. നല്ല ചേഞ്ച്, വല്ലാത്തൊരു ചേഞ്ച് ആയി. വല്ലാത്തൊരു ചേഞ്ച്. അപ്പൊ എന്തായാലും രാധി ചേച്ചിയുടെ ഈ ഒരു കുടുംബത്തിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ ശ്വേത ചേച്ചി? യെസ്, നമുക്ക് നോക്കാം. ദാ തിരിഞ്ഞു നോക്കിക്കോളൂ. നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തന താളത്തിൽ ഞാൻ കിടിലം 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. മണി 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 മണി. ഓ 40,000 രൂപ. കുറച്ചു പേർക്ക് ഒരു 10 കോഴിയൊക്കെ വാങ്ങിച്ചോടി. ക്രെഡിറ്റ് ആയി, സന്തോഷായില്ലേ? അതെ, ആട് വളർത്തലിനൊരു ലോണ് അതവിടെ നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്തത്. നമ്മുടെ ടീമിനെ നമ്മൾ ഉടൻ തന്നെ ഇറക്കണം. അത് നമുക്കൊരു ഡിസ്കഷൻ വേണം. പോണം.